കരുണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി. കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ കൂട്ടാറിൽ പന്തംകൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. മുൻ പഞ്ചായത്ത് ഭരണസമിതി യുവാക്കൾക്ക് കളിക്കുവാനായി പഞ്ചായത്തിന് മുമ്പിലെ കളിക്കളം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി യുവാക്കളെ കളിക്കുന്നതിൽ നിന്നും വിലക്കുന്നതെന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പിൽ പറയുന്നു. ഇത് ഞങ്ങള് സെക്രട്ടറിക്ക് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് എഴുതി 8 പേര് ഒപ്പിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഇനി വീണ്ടും ചർച്ച നടക്കും. എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ സമ്മതിക്കില്ല. അവര് മാന്യമായ രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ പരിഗണിക്കാതെ ഒരു പരിപാടി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതേസമയം യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ ടൗണിൽ പന്തംകൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. കളിച്ചു വളരുന്നതിനെതിരായി ഇവിടെ ആര് നീങ്ങിയാലും ഒന്നിച്ചൊന്നായി നമ്മൾ നിന്നാൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കും എതിരല്ല. പക്ഷേ കൂട്ടാലെ യുവതലമുറ പന്ത് കളിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? നാളെ പറയേണ്ടതാണ്. പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത് നമ്മൾ അവിടെ പന്ത് കളിക്കാൻ പാടില്ല എന്നാണ്. 2024 മാർച്ച് മാസം 12-ാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി അസന്നിഗ്ധമായി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു മാർഗങ്ങളിലേക്ക് യുവാക്കൾ പോകാതെ യുവാക്കളുടെ കായികക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടാർ പബ്ലിക് മാർക്കറ്റിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതേസമയം യുവാക്കൾക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.